2023 ഒരുപാട് നല്ല സിനിമകൾ ഇറങ്ങിയ വർഷമാണ്. തിയേറ്ററിലെത്തിയ പ്രേക്ഷകരെ കോരിത്തെരിപ്പിക്കുന്ന ടൈപ്പ് ആക്ഷൻ സിനിമകളും ഡയറക്ഷൻ ബ്രില്യൻസ് കാണിച്ച സിനിമകളും അഭിനേതാക്കളുടെ ഗംഭീര പെർഫോമൻസ് കണ്ട സിനിമകളും ഒക്കെ ഉണ്ടായ വർഷം. ഇതിന്റെ ഇടയിൽ വലിയ ഹൈപ്പൊന്നും ഇല്ലാതെ വന്ന് കാണാനെത്തിയ പ്രേക്ഷകരെ റിലാക്സ് ആക്കി സിനിമ കണ്ടിറങ്ങുമ്പോൾ അവരുടെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വരുത്തിയ സിമ്പിൾ ഫീൽ ഗുഡ് സിനിമകളും 2023 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള 2023 ഇറങ്ങിയ മികച്ച ഫീൽ ഗുഡ് സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അനീഷ് ഉപാസന ഡയറക്ട് ചെയ്ത് നവ്യ നായർ, സൈജു കുറുപ്പ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ജാനകി ജാനെ. നാട്ടിൻപുറത്ത് ജീവിക്കുന്ന ജാനകി ഇരുട്ടിനെ പേടിക്കുന്ന ആങ്സൈറ്റിയും പാനിക് ഡിസോർഡറും ഒക്കെ ഉള്ള ആളാണ്. ജാനകി സൈജു കുറുപ്പ് ചെയ്യുന്ന സപ്പോർട്ടീവായ ഉണ്ണിമുകുന്ദനെ കല്യാണം കഴിക്കുന്നതും എന്നാൽ ജാനകിയുടെ ഈ ഇരുട്ടിനെ പേടിയും ആങ്സൈറ്റിയും അവരുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുമാണ് ജാനകി ജാനയിൽ പറയുന്നത്. സിനിമയ്ക്ക് കുറച്ച് ഫ്ലോകൾ ഉണ്ടെങ്കിലും അതുപോലെ സിനിമയിലെ ആങ്സൈറ്റിയെ വെറും 2 മോട്ടിവേഷൻ വാക്കുകൊണ്ട് ഒറ്റയടിക്ക് മാറ്റുന്ന ടൈപ്പ് സൊല്യൂഷനോട് യോജിപ്പില്ലെങ്കിലും പറയണ്ട, സിനിമ കണ്ടിരിക്കാൻ രസമുള്ള ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ്. സിനിമ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. സുധി ഡയറക്ട് ചെയ്ത് മാത്യു തോമസ്, നെൽസൺ, വിജയരാഘവൻ, ഷെമ്മി തിലകൻ, ജോണി ആന്റണി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ നെയ്മർ. സുഹൃത്തുക്കളായ കുഞ്ഞാവിയും സിൻഡോയും ക്ലാസ്സിലെ കുഞ്ഞാവിയുടെ ക്രഷ് ഡോണയെ ഇംപ്രസ് ചെയ്യാൻ നെയ്മർ എന്ന പട്ടിക്കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുന്നതും എന്നാൽ നെയ്മർ നാട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് കുഞ്ഞാവിയുടെ അച്ഛൻ സഹദേവൻ നെയ്മറിനെ കളയുന്നതും അങ്ങനെ പോണ്ടിച്ചേരി എത്തിപ്പെട്ട നെയ്മറിനെ കണ്ടുപിടിക്കാൻ കുഞ്ഞാവിയും സിൻഡോയും വീട് വിട്ടു പോകുന്നതുമാണ് സിനിമയുടെ കഥ. പട്ടിക്കുട്ടിയോടുള്ള റിലേഷനും അച്ഛൻ മകൻ ബന്ധവും ഒക്കെ എപ്പോ നോക്കിയാലും ഇങ്ങനെ പുതുമോടികളെ പോലെ ഗുണഗുണാകും തന്തക്കെട്ട് എങ്ങനെ പണിയാന്ന് ആലോചിക്കായിരിക്കും. കോമഡിയിൽ പറഞ്ഞ സിനിമ റിലാക്സ് ആയി കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ല ഫീൽ ഗുഡ് മൂവി തന്നെയായിരുന്നു. സിനിമ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. അഷ്റഫ് ഹംസ ഡയറക്ട് ചെയ്ത് ലുക്മാൻ, അനാർക്കലി മരക്കാർ, ചെമ്പൻ വിനോദ് എന്നിവർ അഭിനയിച്ച സുലൈഖ മൻസിൽ. UAE-യിൽ NRI ആയ സമീർ പെങ്ങൾ ഹാലയ്ക്ക് കല്യാണച്ചക്കനെ നോക്കുന്നതും UAE-യിൽ തന്നെ വർക്ക് ചെയ്യുന്ന അമീനുമായിട്ട് ഹാലയുടെ കല്യാണം ഉറപ്പിക്കുന്നതും രാവിലെ എണീറ്റ ഹാലക്ക് സുലൈമാനിയാണോ കട്ടൻ കാപ്പിയാണോ ഇഷ്ടം പോലും അറിയൂല. കല്യാണത്തിന് മുമ്പ് ഹാലയെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന അമീന് പക്ഷെ ഹാലയ്ക്ക് തന്നോട് ഇഷ്ടമുണ്ടോന്ന് സംശയം തോന്നുന്നതൊക്കെയാണ് സിനിമയുടെ കഥ. മലബാർ മാപ്പിളപ്പാട്ടുകളുടെ അകമ്പടിയോടെ തുടങ്ങുന്ന സിനിമ ശരിക്കും മലബാറിലെ ഒരു കല്യാണ വീട്ടിലേക്ക് നമ്മളെ എത്തിക്കും. മാമുക്കോയ അവസാനമായി അഭിനയിച്ച സിനിമയിൽ എല്ലാവരും തന്നെ നല്ല അഭിനയം കാഴ്ചവെച്ചു. പ്രത്യേകിച്ചും ലുക്മാൻ. സുലൈഖ മൻസിലും ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ആൽഫ്രഡ് കുര്യൻ ജോസഫ് ഡയറക്ട് ചെയ്ത് മുകേഷ്, നോബിൾ ബാബു തോമസ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഫിലിപ്സ്. ഭാര്യയെ നഷ്ടപ്പെട്ട് ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഫിലിപ്പിന്റെ 3 മക്കളടങ്ങിയ കുടുംബത്തിന് മറ്റൊരു ദുരന്തം കൂടി നേരിടേണ്ടി വരുന്നതും അത് അവർക്കിടയിലെ ഒരുമയെ തന്നെ തകർക്കുന്നതുമാണ് സിനിമയുടെ കഥ. എക്സ്ട്രാ ഓർഡിനറി ആയ കഥയോ ഡെവലപ്മെന്റോ ഒന്നും ഇല്ലെങ്കിലും ഇന്നസെന്റ് അവസാനമായി അഭിനയിച്ച ഫിലിപ്സ് ഇമോഷണലി കണക്ട് ആകുന്ന ഒരു നല്ല ഫീൽ ഗുഡ് ഫാമിലി ഫൺ മൂവി തന്നെയായിരുന്നു. സിനിമ ശരിക്കും വിന്റേജ് മുകേഷിനെ ഓർമ്മിപ്പിച്ചു. ഇളയപ്പനെ ആരാ അടിച്ചെന്നോ ദൈവം, അല്ല ഞാനെന്തോ പറയാനാ. ഗണേഷ് രാജ് ഡയറക്ട് ചെയ്ത് വിജയരാഘവൻ, KPC ലീല, ബേസിൽ ജോസഫ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ പൂക്കാലം. കൊച്ചുമകളുടെ എൻഗേജ്മെന്റ് നടക്കാൻ പോകുന്ന ദിവസം 90 കഴിഞ്ഞ ഇട്ടുപ്പ് 50 വർഷം മുമ്പ് തന്റെ ഭാര്യയ്ക്ക് മറ്റൊരാൾ എഴുതിയ ലെറ്റർ കാണുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് സിനിമയുടെ കഥ. കോമഡിയിൽ പൊതിഞ്ഞ സിനിമയുടെ സ്റ്റോറി ടെല്ലിങ്ങും 90 കഴിഞ്ഞ ഭാര്യയിൽ വിശ്വാസം നഷ്ടപ്പെട്ട ഇട്ടുപ്പായി വിജയരാഘവൻ മികച്ച അഭിനയം കാഴ്ചവെക്കുകയും ചെയ്തപ്പോൾ രഹസ്യങ്ങൾ ഉള്ളിലൊതുക്കിയ കൊച്ചു ത്രേസ്യയുടെ റോൾ KPC ലീലയും മനോഹരാക്കി. ചെറു പുഞ്ചിരിയോടെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ല ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണ് പൂക്കാലം. അപ്പച്ചന്റെ ഉള്ളിൽ എന്തോ സങ്കടം ഉണ്ടല്ലേ, നമുക്കൊന്ന് കുമ്പസരിച്ചാലോ. സിനിമ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. മഹേഷ് ഗോപാൽ, ജയ്വിഷ്ണു എന്നിവർ എഴുതി സ്റ്റെഫി സേവ്യർ ഡയറക്ട് ചെയ്ത് ഷറഫുദ്ദീൻ, ബിന്ദു പണിക്കർ, രജിഷ വിജയൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ മധുര മനോഹര മോഹം. ഉഷമ്മയുടെ മക്കളായ മനുവിന്റെ പ്രണയവും മീരയുടെ അച്ചടക്കവും ഇളയമകൾ മാളുവിന്റെയും കഥ പറഞ്ഞ സിനിമയുടെ ആദ്യ പകുതിയും മീരയുടെ അച്ചടക്കത്തിന് പിന്നിലെ രഹസ്യത്തിന്റെ കഥ പറഞ്ഞ 2ാം പകുതിയും സിനിമയെ മധുര മനോഹരം തന്നെയാക്കുന്നു. ചിരിച്ച് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന സിനിമയിൽ രജിഷ വിജയൻ ഗംഭീര പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. എന്തെത്ര പെട്ടെന്ന് ബിന്ദു പണിക്കരും ഷറഫുദ്ദീനും സ്ഥിരം ചെയ്യുന്ന ടൈപ്പ് റോളാണെങ്കിലും സൈജു കുറുപ്പും തങ്ങൾക്ക് കിട്ടിയ റോൾ മനോഹരാക്കി. നിതീഷ് സഹദേവ് എഴുതി ഡയറക്ട് ചെയ്ത് ജഗദീഷ്, ബേസിൽ, മഞ്ജുപിള്ള എന്നിവർ അഭിനയിച്ച ഫാലിനി. മുത്തശ്ശന്റെ കാശിയിൽ പോകണമെന്നുള്ള കുറെ കാലമായിട്ടുള്ള ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന അനൂപിന്റെയും കുടുംബത്തിന്റെയും കഥ പറഞ്ഞ സിനിമയിൽ കാശിയിലേക്കുള്ള കുടുംബത്തിന്റെ യാത്രയാണ് കാണിക്കുന്നത്. കേരളത്തിലും നോർത്ത് ഇന്ത്യയിലുമായി നടക്കുന്ന സിനിമ തുടക്കം മുതൽ അവസാനം വരെ മനസ്സ് തുറന്ന് ചിരിച്ചുകൊണ്ട് കണ്ടിരിക്കാം. സിനിമയിൽ എല്ലാവരും തന്നെ അവരവരുടെ റോളുകൾ ഭംഗിയായി തന്നെ അഭിനയിച്ചു.
പ്രത്യേകിച്ചും ജഗദീഷും മഞ്ജുപിള്ളയും ജഗദീഷിന്റെ അച്ഛനായി വന്ന മീനരാജു ഉൾപ്പെടെ 1964 ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഗോവ ഒക്കെ ഒരു ട്രിപ്പ് 2023 നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീൽ ഗുഡ് മൂവി ഏതാണ്? കമന്റ് ചെയ്യുക. നിങ്ങൾ ഒരു മൂവി ലവർ ആണോ എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൂവി ലവേഴ്സ് ആയ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യുക.